അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ കാൻ കരിക്കോട് സാറിനോട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്, സാറേ, ഈ പരിചരണം, അതായത് പുരുഷനും സ്ത്രീയും തമ്മിൽ അന്തരമുണ്ട്, അത് വ്യക്തമായിട്ട് അറിയാം. ഒരാളെ പരിചരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു സന്മനസ് കാണിക്കുന്നത് സ്ത്രീയാണ്. ആ പരിചരണം, അപ്പൊ ആ മനസ്സ് അവർക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിക്കുന്നു എന്നുവെച്ചാല് സ്ത്രീയും പുരുഷനും തമ്മിൽ 2500 വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 2500. അതെ. അപ്പൊ അതിൽ ഈ ഒരാളെ പരിചരിക്കുന്ന കാര്യത്തിൽ സ്ത്രീയാണ് മുന്നിൽ. ഇപ്പൊ നമ്മളൊരു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതായാലും അത് പ്രസവത്തോടനുബന്ധിച്ച് അത് കിട്ടുന്നതായാലും ഒരു പ്രായമായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആരായിരിക്കും കൂടുതൽ പരിചരിക്കുന്നത്? സ്ത്രീയാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു വിവാഹം കഴിക്കുന്നതിന് അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വയസ്സുകാലത്ത് നമുക്ക് ഒരാൾ പരിചരണം, അത് തന്നെയാണ് പരിചരണം എന്ന് നമ്മൾ പറയുന്നത്. കൂടുതൽ വികാരങ്ങൾ അവർ പ്രകടിപ്പിച്ചേക്കാം, കൂടുതൽ ഒരു വിഷമാവസ്ഥ പ്രചരിക്കാം, കൂടുതൽ കരയുന്നത് ആരാ? സ്ത്രീകളാണ്. അപ്പോൾ അന്യരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പം നമ്മുടെ കുട്ടി അല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾക്കൊരു വിഷമം വരുമ്പോൾ കൂടുതൽ ആ വിഷമം പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളാണ്. അതാണ് ഏറ്റവും കൂടുതൽ. അത് പക്ഷേ പുരുഷനാണെങ്കിൽ അങ്ങനെയല്ല, അവന് അത്ര വികാരങ്ങളൊന്നും പെട്ടെന്ന് പ്രകടിപ്പിക്കത്തില്ല. അത് അവന് ഒരുപാട് പേരോട് അടുപ്പം കാണിക്കാം, ഒത്തിരി സൗഹൃദ വലയം ഉണ്ടാകാം, സാഹചര്യത്തിനനുസരിച്ചൊക്കെ വരും. വലിയ ആദർശവാനാകാം, ആദർശപരമായി ചിന്തിക്കാം, ആദർശപരമായി കാര്യങ്ങൾ ചെയ്യാം. നേരിട്ട് ഗുണമില്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, പുരുഷൻ ചെയ്തു കൊടുക്കാം. പക്ഷെ സ്ത്രീയുടെ അടുപ്പം ആഴത്തിലുള്ളതാണ്, തീവ്രമാണ്, ഊഷ്മളതയുള്ളതാണ്. ഊഷ്മളത വെച്ചാൽ സന്തോഷം നിലനിർത്തുന്ന ഒന്നാണ്. അപ്പോൾ സ്ത്രീക്ക് സാഹചര്യത്തിനും ആ സന്ദർഭത്തിനും അനുസരിച്ച് വൈകാരിക ഭാവങ്ങൾ മാറും. എന്ന് വെച്ചാൽ അടുപ്പം വേണ്ടവർക്ക് കൂടുതൽ അടുപ്പം കൊടുക്കും, വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ട സ്വാന്തനം കൊടുക്കും. അതാണ് നമുക്ക് ഈ സ്ത്രീക്കുള്ള ഒരു ഗുണം. ആ സ്വാന്തനം നൽകാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേടാണ്. അവരുടെ വിഷമാവസ്ഥയിൽ എങ്ങനെ അവരെ ആ ഒരു മാനസിക വിഷമാവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നതിന് എന്താണ് വേണ്ടത്, അത് ചിലപ്പോൾ വാക്കുകളിലൂടെ ആകാം, ചിലപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൂടെ ആകാം. ഏത് രീതിയിലാണ് അദ്ദേഹത്തിനെ സ്വാന്തനപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ സ്ത്രീ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളതാണ്. മറ്റേദ്ദേഹം എല്ലാം ഉപരിതലത്തിലൂടെ മാത്രമേ, പുരുഷനെടുത്താൽ എല്ലാം ഉപരിതലത്തിലൂടെ മുന്നിട്ടിറങ്ങാം, എല്ലാത്തിനും മുന്നിൽ നിൽക്കും. പക്ഷെ സ്ത്രീ ആഴത്തിൽ ഇറങ്ങുന്നത് പോലെ പുരുഷൻ ഇറങ്ങത്തില്ല. അത് തന്നെയാണ് വ്യത്യാസം. മാഷാ അല്ലാഹ്, വലിയ ഉപകാരം, വലിയ അറിവുകളാണ് ഇതൊക്കെ. അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് മുടങ്ങാതെ, അതായത് കഴിഞ്ഞതും കൂടെ കണ്ടെങ്കിലേ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ട് അൽഹംദുലില്ലാ ഇതിനൊക്കെ നല്ല കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ നമ്മളെ അറിയിച്ചാൽ വലിയ ഉപകാരപ്പെടും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.